ഒന്നാമത്തെ കാര്യം, ഇറാനിൽ ഒരു റെജീം ചേഞ്ച് എന്നുള്ളത് ട്രംപിനേക്കാൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആവശ്യമാണ്, ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ആ റെജീം ചേഞ്ചിന് വേണ്ടി ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധത്തിൽ അതൊട്ട് നടന്നില്ല എന്ന് മാത്രമല്ല, അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇറാന് മേലുള്ള ആക്രമണത്തിൽ പിന്നെ നമ്മൾ കണ്ടത് റാലി അറൗണ്ട് ദ ഫ്ലാഗ് എന്ന് പറയുന്നത് പോലെ ഇറാൻ ഭരണകൂടത്തോട് വിയോജിപ്പുള്ളവർ പോലും ഭരണകൂടത്തോടൊപ്പം നിന്നുകൊണ്ട് അമേരിക്കയെതിരെ മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഏറ്റവും എന്താണ് പറയുക, സ്പെക്ടാക്കുലറായിട്ടുള്ളൊരു ഈവൻ്റ് എന്ന് പറയുന്നത് ഈ MOU സൈൻ ചെയ്തതിന് ശേഷം ആയത്തുള്ള അലി ഖാമനയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇറാനിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് ആ കാഴ്ചകളാണ്. എന്താണ് ഇറാനിൽ മാറ്റം വരേണ്ടത് എന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്, അതായത് ഡിസെൻറ്റ് വർദ്ധിപ്പിക്കുക, അവിടെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ജനരോഷം വർദ്ധിപ്പിക്കുക എന്നുള്ള പണിയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മൊസാദ് വഴിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധേനയും പ്രൊപ്പഗൻഡ വഴിയാണെങ്കിലും ഇറാൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ജനവികാരം ഉയർത്തുക, ഇറാനെതിരെ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ നേടുക എന്നുള്ളതായിരുന്നു ഇസ്രായേൽ ചെയ്തുകൊണ്ടിരുന്ന പണി. പക്ഷെ അവിടെ കാണുന്നത് എന്താണ്, മരിച്ചുപോയ ഒരു മുൻ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ജനങ്ങളാണ് ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ലക്ഷങ്ങൾ തെരുവിലിറങ്ങുന്നു, സംസ്കാര ചടങ്ങിൽ കോടിക്കണക്കിന് മനുഷ്യർ പങ്കെടുക്കുന്നു. അങ്ങനെ ഒരു കാഴ്ച ഒരുപക്ഷെ ഈ ഇറാൻ റവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആയത്തുള്ള ഖുമേനിയുടെ സംസ്കാര ചടങ്ങിൽ പോലും കാണാത്തത്ര ജനക്കൂട്ടം ഈ സംസ്കാര ചടങ്ങിൽ കാണുകയാണ്. അത് ലോകം കാണുകയാണ്. ഇറാൻ അത് കാണിക്കുകയാണ്. അതുകൂടിയുണ്ട്, ഇറാൻ കാണിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ മാസങ്ങളിൽ നടത്തിയ യുദ്ധം, ബില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ച് നടത്തിയ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നുള്ള ചോദ്യമുണ്ട്. അവിടെയാണ് ഈ MOU പ്രതിസന്ധിയിലാവുന്നത്. MOU ഒപ്പിട്ടൊരു സമാധാനത്തിലേക്ക് പോയത് കൊണ്ടുണ്ടാകുന്ന ഗുണം ഇറാനിൽ കാണുന്നത്, ഇറാനിൽ ഭരണകൂടത്തിനുള്ള പിന്തുണയായിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് കാണുന്നതാണ്. അവിടെ ഇസ്രായേൽ എന്ത് ചെയ്യും, ഏത് വിധേനയും അത് ഡിറെയിൽ ചെയ്യാൻ ശ്രമിക്കും. അമേരിക്കയെ ഒരു ആക്രമണത്തിന് അവർ പ്രേരിപ്പിക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ട്രജക്ടറി നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഭാവി എന്താണെന്ന് ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു അതിശക്തമായ സമ്മർദ്ദം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഉണ്ടായേ മതിയാവും. അതല്ലാതെ ഇനി വേറൊരു കക്ഷി ഇതിലിടപെടാനില്ല. കാരണം ട്രംപ് ഇസ്രായേലിൻ്റെ കയ്യിലൊരു കളിപ്പാവ തന്നെയാണ്. ട്രംപിന് മറ്റു മാർഗ്ഗങ്ങളില്ല. ട്രംപാണ് ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഇസ്രായേലിന് ഏറ്റവും പിന്തുണ കൊടുക്കുന്ന ഒരു പ്രസിഡന്റായി ട്രംപിനെ ചരിത്രം രേഖപ്പെടുത്തപ്പെടും. നെതന്യാഹു എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ചെയ്യുന്നത്. നമ്മളല്ലാതെ വരുന്ന വാർത്തകളുണ്ടല്ലോ, നെതന്യാഹുവിനെ ഫോണിൽ ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ ചൂടായി, നെതന്യാഹു നിനക്ക് എന്തില്ല, ജനപിന്തുണയില്ല, ആളുകൾ നിന്നെ വെറുക്കുകയാണെന്നൊക്കെ പറയുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ ക്യാമ്പ് തന്നെ, ട്രംപിൻ്റെ ബേസിലുണ്ടായിട്ടുള്ള ഇസ്രായേലിനെതിരായിട്ടുള്ള എതിർപ്പ് ശമിപ്പിക്കാൻ വേണ്ടി വിടുന്ന വാർത്തകളായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അതർവൈസ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ നടപടികളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ഇസ്രായേലിന് അനുകൂലമായിട്ട് ഏറ്റവും അധികം നിന്നിട്ടുള്ളൊരു പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. അത് തെല്ലവീവിൽ നിന്ന് US എംബസി ജെറുസലേമിലേക്ക് മാറ്റുന്ന കാര്യത്തിലാണെങ്കിലും, ഫലസ്തീൻ ദ്വിരാഷ്ട്രവാദ സിദ്ധാന്തത്തിന്, ദ്വിരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ, സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം, ഇസ്രായേൽ രാജ്യം എന്നുള്ള ഒരു ഡോക്ട്രിൻ കൊണ്ടുവന്നതിന് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏറ്റവും മുന്നോട്ട് പോയത് ഒബാമയുടെ കാലത്താണ്. അതേസമയം ട്രംപ് വന്നപ്പോഴാണ് അത് വീണ്ടും അതിൻ്റെ ഒരു ഭാവി മങ്ങിയത്. അതുപോലെ തന്നെ ഇറാൻ ന്യൂക്ലിയർ കരാർ നോക്കുകയാണെങ്കിൽ, ഇറാൻ്റെ ആണവ കരാറും അതിൽ നിന്ന് പിന്മാറുന്നത് ട്രംപ് തന്നെയാണ്. അപ്പോൾ ട്രംപ് യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ ശാന്തി വിതച്ച ഒരു പ്രസിഡൻ്റാണ്. ട്രംപിനെ പറ്റി പറയാതെ യുദ്ധം ചെയ്യില്ല, മറ്റാരെ ആക്രമിക്കുക, അങ്ങനെയല്ല. ട്രംപിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളും ട്രംപിൻ്റെ നടപടികളും എല്ലാം പശ്ചിമേഷ്യയിൽ അശാന്തി ഉണ്ടാക്കാനേ ഉപകരിച്ചിട്ടുള്ളൂ. അത് കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് വരാനുള്ളത്. ഒന്ന്, നവംബറിൽ ഒരു മിഡ് ടൈം ഇലക്ഷൻ നടക്കാനുണ്ട്. ആ ഇലക്ഷൻ സമയത്ത് ഇറാൻ യുദ്ധം ട്രംപിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും, റിപ്പബ്ലിക്കൻ പാർട്ടിക്കും എതിരായി ഒരു ജനവികാരം ഉണ്ടാക്കും എന്നുള്ളൊരു സാധ്യത മുന്നിലുണ്ട്. അതിൻ്റെ കാരണം ഇസ്രായേൽ രൂപം കൊണ്ടതിന് ശേഷം അമേരിക്കയിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള ഏറ്റവും കൂടുതൽ ജനരോഷമുള്ളൊരു സമയമാണിത്. അതായത് അമേരിക്കൻ ജനതയിലെ ബഹുഭൂരിഭാഗം ആളുകളും അമേരിക്കയുടെ ഇസ്രായേലിനുള്ള പിന്തുണയെ എതിർക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സംഭവത്തിൽ ഈ യുദ്ധം നവംബർ വരെ നീട്ടിക്കൊണ്ടുപോകാൻ ട്രംപ് തയ്യാറാവും. അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ ട്രംപ് ശ്രമിക്കുമോ എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഇടപെടൽ. കാരണം ഈ യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ ബ്ലീഡ് ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ഇന്ധന സുരക്ഷ, അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതിലെല്ലാം നട്ടം തിരിയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെ ഹീറ്റ് വേവ് നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ തോതിലുള്ള കുഴപ്പങ്ങളിലാണ് യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഡിപ്ലോമാറ്റിക് പ്രഷർ അമേരിക്കയും മേൽ ഉണ്ടായാൽ ഒരുപക്ഷെ ഈ ടിറ്റ് ഫോർ ടാറ്റിന് വീണ്ടും ഒരു അന്ത്യം ഉണ്ടായേക്കാം. പക്ഷെ അതൊരു ശാശ്വത സമാധാനമല്ല, താൽക്കാലിക സമാധാനമായി.